എന്നാൽ യേശു ക്രിസ്തുവിനെ അവസാനം പീലാത്തോസ് ഇത് അല്പം കൂടെ ശ്രദ്ധ വെച്ച് കേട്ടോളമേ. അവസാനം പീലാത്തോസ് ഗത്യന്തരമില്ലാതെ അല്പം വെള്ളമെടുത്ത് കൈ കഴിയിട്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ ക്രൂശിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ ആ ഭോഷന്മാരായിരിക്കുന്ന യഹൂദന്മാര് പറഞ്ഞു, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. അല്ലയോ ദേശനിവാസികളെ കേട്ടുകൊള്ളുവിന്, യേശു ക്രിസ്തുവിനെ പറ്റി 2026 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരൊരു ഭോഷത്വം പറഞ്ഞു, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. അയ്യോ, നിങ്ങൾക്കറിയാമോ, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിച്ച് ഗ്യാസ് ചേമ്പറിലിട്ട് സൈക്കോണ്ടി എന്ന് പറയുന്ന മാരക വിഷം കയറ്റി കൊല്ലുമ്പോഴേ അതിന്റെ ഉത്തരവാദി ഹിറ്റ്ലർ അല്ലല്ലോ പ്രിയപ്പെട്ടവരെ, ഹിറ്റ്ലർ അല്ല, പിന്നെയോ അവരുടെ അപ്പന്മാരുടെ നാവാണ്. അന്നേക്ക് 1940 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ അപ്പന്മാര് പറഞ്ഞ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. നമ്മൾ സുവിശേഷത്തെ എതിർക്കുമ്പോൾ ശാപം ചോദിച്ചു മേടിക്കാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ മക്കൾക്ക് കൂടെ ശാപം വേണോ ചോദിച്ചു മേടിച്ച ഒരു ജാതി ഉണ്ടെങ്കിൽ അത് യഹൂദന്മാരാ. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ മക്കളുടെ മേലും കൂടെ ശാപം വരട്ടെ എന്ന് ചോദിച്ചു മേടിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ യഹൂദന്മാരെ പോലെ ഭോഷന്മാരായിരിക്കുന്ന ഒരു ജാതിയില്ല. ഇവിടുത്തെ പെന്തക്കോസ്ത പാസ്റ്റർമാർക്ക് പോലും ഇപ്പോൾ യേശുക്രിസ്തുവിനേക്കാൾ ഉപരി യഹൂദന്മാരെ പറ്റി പ്രസംഗിക്കുമെങ്കിൽ നിങ്ങൾ ഭോഷത്വമാണ് പറയുന്നത്. ദൈവത്തിന്റെ 1-ാം നമ്പർ ശത്രു യഹൂദന്മാരാണ്. അവർ യേശുക്രിസ്തുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരെയും ഞങ്ങൾ ജാതികളോട് സുവിശേഷം അറിയിക്കുന്ന വിലക്കുന്നവരെയും സകല ജാതികൾക്കും ശത്രുത്വമാണെന്ന് ബൈബിൾ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു.